ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മമ്മൂട്ടി പാവമാണ് കേട്ടോ. ഞാൻ മാത്രമല്ല പറയുന്നത്, ശരിക്കും മമ്മൂട്ടി പാവം തന്നെയാണ്. ഇത് പറയാൻ കാരണം, ഇപ്പം ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ്. മമ്മൂട്ടി സിനിമയിൽ വന്ന സമയം തൊട്ട് തന്നെ ഞാനും ഇവിടെയുണ്ട്. പക്ഷെ മമ്മൂട്ടിക്കുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇച്ചിരി അഹങ്കാരം കൂടുതലെന്ന് വെച്ചാൽ ഞാൻ അഡ്വക്കേറ്റാണ്. സിനിമയിൽ മറ്റു പലരും ഒന്നും അഡ്വക്കേറ്റ് അല്ല. അപ്പം ആ ഒരു ഗമ, അതിൻ്റെ സുഖ സൗകര്യങ്ങൾ തനിക്ക് വേണം എന്ന് സ്വയം പറയുന്ന ഒരാളാണ് മമ്മൂട്ടി. അപ്പം മമ്മൂട്ടിയെ കൂടുതൽ നമ്മൾ മറ്റു നടന്മാരെ വെച്ച് കുറച്ചും കൂടി അടുപ്പം വന്നത് മമ്മൂട്ടിയാണ്. വെറുതെ ഒന്നുമല്ല, കാണാൻ സുന്ദരനാണ്. മമ്മൂട്ടിയുടെ കവറടിച്ച വാങ്ങാൻ ആളുണ്ട്. ഞങ്ങൾ കച്ചവടക്കാരും കൂടിയല്ലേ, മാധ്യമപ്രവർത്തനം നടക്കുമ്പോൾ വെറുതെ അല്ലല്ലോ, അത് വേണം. അപ്പം അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ കവറ് കൂടുതൽ ഞങ്ങൾ അടിക്കാറുണ്ട്. അന്ന് ഞാൻ നാനയുടെ എഡിറ്റ് ചെയ്യാൻ സമയമെന്ന് ആലോചിക്കണം. അപ്പോൾ ഇവിടെ കവറെടുക്കണം. അപ്പോൾ മമ്മൂട്ടിക്ക് ചിലപ്പോൾ എന്നറിയാം, മമ്മൂട്ടി ഈ നടികളെ തൊട്ട് നിൽക്കുക, കെട്ടിപ്പിടിച്ച് നിൽക്കുക, ഫോട്ടോയ്ക്ക് പോസ്റ്റ് ഒരു താല്പര്യം മമ്മൂട്ടിക്കില്ല. മമ്മൂട്ടി പറയുന്നത്, നിങ്ങൾ എന്നെ കൊണ്ട് എനിക്ക് കെട്ടിപ്പിടിക്കുക, എൻ്റെ ഭാര്യ വീട്ടിലുണ്ട്, ഞാൻ അവിടെ പോയി കെട്ടിപ്പിടിച്ചോണ്ട് ഇങ്ങനെ പറയാം. അത് ഒരു തുറന്നു പറച്ചിലാണ്. ഞാൻ പറഞ്ഞു, മമ്മൂട്ടി അതല്ല, ഇത് നിങ്ങളിങ്ങനെ വെറുതെ ഡെഡ് ബോഡി ആയിട്ട് രണ്ട് പേര് നിന്നാൽ എങ്ങനെ കവറടിക്കും? ആ കവറ് കാണുമ്പോൾ വാങ്ങാൻ തോന്നുന്നുള്ളൂ. അങ്ങനെ ഇപ്പോൾ ഞങ്ങളെ വിറ്റ് കാശാക്കണ്ട, കാശല്ലേ വേണ്ട. അപ്പോൾ ഞാൻ അന്നൊക്കെ ഇയാൾ ശരിക്കും ഭീഷണിപ്പെടുത്തുന്നല്ല. ഈ ചില സിനിമകളിൽ ഇപ്പോൾ വില്ലന്മാരാകുമ്പോൾ റേപ്പ് സീനൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ കുര്യൻ വർണ്ണശാല, നല്ല സുഹൃത്ത് എൻ്റെ, കുര്യൻ വർഷത്തിന് ശേഷം ഇപ്പോൾ ഒരു പുതിയ പടം ചെയ്യുകയാണത്. അന്തിച്ചൂപ്പ് എന്നുള്ളൊരു സിനിമ ചെയ്ത സമയമുണ്ട് അപ്പോൾ കേട്ടോ. അപ്പോൾ മമ്മൂട്ടി അതിൽ നല്ല റോളാണ്, നായകതുല്യമായ വേഷമാണത്. അപ്പോൾ അതിൽ ഒരു റേപ്പ് സീൻ്റെ ഒരു രംഗമുണ്ട്. ശരിക്കും ആ റേപ്പ് സീൻ്റെ ഞാൻ എവിടെ ചെന്നാലും സ്റ്റിൽ ഫോട്ടോഗ്രാഫർമാർക്ക് ഭയങ്കര കമ്പനി ഉണ്ട് എനിക്ക്. കാരണം എനിക്ക് ചില സ്റ്റില്ലുകൾ ഞാൻ മേടിച്ചിരിക്കും. ഒന്നുകൊണ്ടെന്നല്ല, നമുക്ക് നമ്മുടെ ആൾക്കാർ വായനക്കാർക്ക് വേണ്ടേ. അപ്പോൾ അങ്ങനെ ആ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ എന്നോട് പറഞ്ഞു, മമ്മൂട്ടി റേപ്പ് ചെയ്യണ സ്റ്റില്ലുണ്ട് കേട്ടോ, ഞാനത് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഞാനിത് കയ്യിൽ മേടിച്ച് വെച്ചാലും ഞാൻ ഇയാളെ ഭീഷണിപ്പെടുത്തും. അപ്പോൾ ഞാൻ മമ്മൂട്ടി അപ്പോൾ ഒരു സെറ്റ് ചെയ്യുന്നപ്പോൾ ഞാൻ പറഞ്ഞു, കുറച്ചും കൂടി ആ നടിയെ താനൊന്ന് പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ച്, അതായത് തൻ്റെ മുഖം ആ നടിയുടെ തോളത്ത് വെച്ച് നിൽക്കുന്ന പോലെ, അല്ലെങ്കിൽ നടി തൻ്റെ തോളത്ത് വയ്ക്കുക. പൂതിയൊക്കെ കൊള്ളാം, അതങ്ങനെ പൂതിയായിട്ടിരുന്നാൽ മതി, എന്നെ ഒന്നും അതിന് കിട്ടില്ല. ഞാൻ സിനിമയിൽ സീനാണെങ്കിൽ താൻ ചെയ്യില്ലേ? സിനിമയിൽ സീൻ ചെയ്യാണ്ട് പറ്റുമോ? അതിന് കാശും കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെയാണ് പറയുക. അപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട, അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ കയ്യിൽ വേറൊരു സ്റ്റില്ലുണ്ട്, കവറടിക്കാൻ പറ്റിയ സ്റ്റില്ലുണ്ട്, മനോഹരമായ സ്റ്റില്ല്, ഞാൻ അത് അടിക്കട്ടെ. അതെന്തായാലും ഞാനറിയാത്ത സ്റ്റില്ല് കാണിച്ചു തരാം. ഇങ്ങനെ കുര്യൻ വർണ്ണശാലയുടെ സിനിമയിൽ അന്തിച്ചോപ്പിൽ അഭിനയിച്ചിട്ടില്ലേ, അതിലൊന്ന് ഓർത്തു നോക്ക്, ഒരു ചെറിയൊരു റേപ്പ് സീനില്ലേ, മമ്മൂട്ടിയാകും മാറുന്നു, തന്നെ ഞാനൊന്ന് കൊല്ലും. ഞാൻ കൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ തന്നോട് ആവശ്യപ്പെട്ടത് ആ നടിയെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഒരു കവറടിക്കാൻ വേണ്ടി പോസ്റ്റ് ചെയ്യുന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. താൻ അങ്ങനെ ചെയ്തില്ല, ഞാനിത് അടിക്കും, അത് ഉറപ്പ് തന്നെയാണത്. താൻ എന്താ ഞാൻ ചെയ്തതാണോ? അതല്ലല്ലോ, താൻ കാശ് മേടിച്ച് അഭിനയിച്ച് ഈ സാധനമില്ലേ എന്ന് പറഞ്ഞപ്പോൾ ചൂടാകുമ്പോൾ നമ്മൾ ചൂടായാൽ മമ്മൂട്ടി ഒന്ന് കൂടാം. ശരി, വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നിന്ന് എടുപ്പിക്കണേ. കാരണം എന്താ പറയുക, എനിക്ക് അങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്ന് പടെടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അതിനൊക്കെ വേറെ ആൾക്കാരുണ്ടല്ലോ എന്ന് പറയും. അങ്ങനെയാണ് സാധാരണ മമ്മൂട്ടിയെ നമുക്ക് ചില പടങ്ങൾ ഇഷ്ടപ്പെടാൻ വേണ്ടി ഞാൻ സാധിക്കാറ് വന്നു. അപ്പോൾ അങ്ങനെ കുറേ കാലം കഴിഞ്ഞു. ഇയാൾ ഭയങ്കര നടനായി ഇടക്കാലത്ത് വെച്ച് കുറേ നല്ല പടങ്ങളിൽ അഭിനയിച്ചെങ്കിലും പടങ്ങൾ പടപട പൊട്ടി, സിനിമയിൽ ആരുമല്ല മമ്മൂട്ടി എന്നൊരവസ്ഥ വന്നിരിക്കുന്നു. അതായത് മമ്മൂട്ടിയെ വെച്ച് കാശുണ്ടാക്കിയവർ, മമ്മൂട്ടിക്ക് അടുത്ത പടത്ത് അഡ്വാൻസ് കൊടുത്തവർ, മമ്മൂട്ടിയുടെ പടങ്ങൾ പരാജയപ്പെട്ടപ്പോൾ ഇവർ പലരും അഡ്വാൻസ് തിരിച്ചു വാങ്ങി പറഞ്ഞ വാക്കുകളുണ്ട്. അഡ്വാൻസ് വാങ്ങാത്ത ആൾക്കാരുണ്ട്. അഡ്വാൻസ് അല്ലേ പോയുള്ളൂ, പടം ഷൂട്ട് ചെയ്ത് ലക്ഷങ്ങൾ ചിലവാക്കിയിട്ടാണ് ആ പടം ഷൂട്ട് നഷ്ടം വന്നിട്ട് എന്നൊക്കെ പറഞ്ഞ് പോയവരുണ്ടെന്ന് ആലോചിക്കണം. ഇതൊക്കെ മമ്മൂട്ടിക്ക് മനസ്സിലായിട്ടെന്ന് ആലോചിക്കണം. അന്ന് മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്യേണ്ടായിരുന്നു നാനയും ഞാനും മാത്രമായിരുന്നു ആലോചിക്കണം. അത് മമ്മൂട്ടി പല സദസ്സുകളിലും തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെട്ടു വരാൻ വേണ്ടി ഉള്ളൊരു പിന്നെയുള്ള പോക്കെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ന്യൂഡൽഹി, മണിവത്തൂരിൻ്റെ ആവശ്യം, ഈ തനിയാവർത്തനം, ഇതൊക്കെ ഒരു വന്ന സ്ഥലങ്ങളാണ്. അവരൊക്കെ ആ സമയത്ത് വന്നിട്ടുള്ള പടങ്ങളാണിത്. അപ്പോൾ ആ സമയത്ത് അപ്പച്ചൻ്റെ പുതിയൊരു പടം ഫാസിൽ ചെയ്യുന്നത് മണിവത്തൂരിൻ്റെ 1000 ശുഭരാത്രികൾ നിങ്ങൾ തുടങ്ങാൻ പോവുക. അത് ഫുള്ളായിട്ട് ഊട്ടിയിലാണ്.
ഫാസിലിൻ്റെ പടമായതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒരു 4-5 ദിവസം എന്തായാലും ഊട്ടിയിൽ അങ്ങനെ ചിലവഴിക്കാറുണ്ട്. വെറുതെ അല്ല, സമൃദ്ധമായിട്ട് നമുക്ക് ആവശ്യമുള്ള മാറ്റർ കിട്ടി. ഇന്നത്തെ പോലെ ഒന്നല്ല. ഇന്ന് ഷൂട്ടിംഗ് കാണാൻ പറ്റില്ല, ഷൂട്ടിംഗ് അറിയിക്കില്ല, ഷൂട്ടിങ്ങിൻ്റെ കഥ പോയിട്ട് കഥ എന്ന് പറഞ്ഞിട്ട് പോലും പറയില്ല. അങ്ങനെ എന്തൊക്കെയോ, അതായത് രഹസ്യങ്ങൾ, ഷർട്ടിൻ്റെ കളർ പോലും പറഞ്ഞാൽ ഈ സിനിമ തകരാറാവും എന്ന് അന്ധവിശ്വാസം കൊണ്ടു നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. അന്ന് അങ്ങനെയല്ല. അന്ന് ആ കഥ അച്ചടിച്ച വന്നൊരു കഥയാണ് സിനിമയാക്കുന്നത് ആലോചിക്കണം. അത് മനോഹരമായിട്ട് ജഗദീഷ് അടക്കമുണ്ടായിരുന്നു അതിൻ്റെ തിരക്കഥ എഴുതുന്ന ഗ്രൂപ്പിൽ നിന്ന് ആലോചിക്കണം. അപ്പോൾ അന്ന് മമ്മൂട്ടി നായകൻ, സുഹാസിനി, ലിസി, ദേവൻ, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. അപ്പച്ചനുണ്ടായിരുന്നു. അപ്പോൾ ഫാസിലിൻ്റെ ശിഷ്യന്മാർ, ഞങ്ങൾ തുടക്കം മുതൽ തന്നെയാണത്. അപ്പോൾ അതിൽ പ്രത്യേകം വെച്ചാൽ ഇന്ന് മമ്മൂട്ടിയും ഞാനും അത്ര നല്ല ടീംസിലൊന്നും. ടീംസ് വെച്ചാൽ അത്ര രണ്ടുപേരും 2 സ്ഥലത്താണത്. മമ്മൂട്ടി ആകാശത്ത് നിൽക്കുന്നു, ഞാൻ ഭൂമിയിൽ നിൽക്കുന്നു. അത്രയും വ്യത്യാസങ്ങളുണ്ടെന്ന് ആലോചിക്കണം. അപ്പം അന്ന് അങ്ങനെ ആയിരുന്നില്ല. അന്ന് സിനിമയ്ക്ക് ഇത്രയും കള്ളത്തരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഈ മമ്മൂട്ടി ഒരു മാനസിക സംഘർഷം എന്തോ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തോ സംഘർഷമുണ്ട്. ഞാൻ ചോദിക്കാനും പോയില്ല. അപ്പോൾ പിന്നെ ഒരു കാറിൽ പോകുമ്പോൾ ഞാനും ഫാസിലും കൃഷ്ണൻകുട്ടി ഞങ്ങളൊരു കാറിൽ പോകാനാണ് തീരുമാനിച്ച് നിൽക്കുന്നത്. അപ്പോൾ മമ്മൂട്ടി വരടോ എന്ന് നമുക്കൊരുമിച്ച് പോകാം, താൻ മാത്രം കയറിയാൽ മതി, എനിക്ക് തന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയാം. പേഴ്സണൽ കാര്യമായിരിക്കും. അങ്ങനെ പേഴ്സണൽ കാര്യങ്ങൾ എനിക്ക് പറയാറുണ്ട്, മൂന്നാമത്തെ ഒരാൾ അറിയാറില്ല. അപ്പോൾ നോക്കിയപ്പോൾ ഞാൻ ശരി ഓക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ കൃഷ്ണൻകുട്ടി ഫാസിലിൻ്റെ കാറിൽ കയറും. അപ്പോൾ അവരങ്ങനെ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ സുഹാസിനി സത്യത്തിൽ ഈ മമ്മൂട്ടിയുടെ കാറിൽ കയറി പോകാൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാനും സുഹാസിനും അത്ര നല്ല ടീംസിലല്ല അന്ന്. സുഹാസിനെ കുറിച്ചൊരു മാറ്റർ എഴുതിയതിൻ്റെ പേരിൽ ഇത്തിരി സൗന്ദര്യപ്പണക്കം ഒന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ കാറിൽ കയറുന്ന പറഞ്ഞപ്പോൾ സുഹാസിനി പിന്നെ ആ കാറിൽ കയറില്ല, മാറി നിന്നു. അപ്പോൾ മമ്മൂട്ടി ഞാൻ മാത്രം ആ കാറിൽ പോയി. പക്ഷെ അവിടെ എന്താണെന്നറിയാം, ഈ ഊട്ടിയിൽ ഈ വഴികളുണ്ടൊക്കെ, വഴികൾ വളവ് തിരിവ് ഒക്കെയാണത്. മമ്മൂട്ടി പതുക്കെ കാർ ഓടിച്ച മമ്മൂട്ടി പിന്നെ, അതായത് നമ്മളൊരു സൂയിസൈഡ് അറ്റംപ്റ്റിലേക്ക് വണ്ടി ഓടിച്ച് പോകുന്ന പോലെ മമ്മൂട്ടി വണ്ടി ഓടിച്ച് പോവുകയാണ് കാണുന്നത്. ഞങ്ങൾ മമ്മൂട്ടി നിങ്ങൾ എന്താ ചെയ്യുന്നത്? അതെന്തോ വണ്ടി ഓടിക്കുക, തനിക്ക് കുഴപ്പമില്ല, ഇതേടോ മരിച്ച എനിക്ക് ഒരു കുടുംബമുണ്ട്, പ്രശ്നമുണ്ട്, തനിക്ക് കാശുണ്ടാക്കിയിട്ടുണ്ട്, സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക. അല്ല, എനിക്ക് ചില ടെൻഷനുകളൊക്കെ ഉണ്ട്. ടെൻഷൻ എന്താ കയ്യിൽ വെച്ചോ, നമുക്ക് ടെൻഷൻ പറയാം. അപ്പോൾ അതിൽ ചില കാര്യങ്ങൾ പറഞ്ഞു. അതിപ്പോൾ ഇപ്പോൾ നിങ്ങളായിട്ടോ മറ്റുള്ളവർ പങ്കിടേണ്ട കാര്യങ്ങളല്ല. സംസാരിച്ച് ഞങ്ങൾ ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞു. കുറേ കാര്യങ്ങൾ സിനിമയ്ക്ക് വേണ്ടി എടുത്ത കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു. പിന്നെ അയാൾ വിശ്വസിച്ച കുറേ ആൾക്കാർ അയാൾ ചതിച്ച കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ അതൊരു ദുഃഖകരമായ കാര്യങ്ങളാണ്. ആ അവസ്ഥ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ദേഷ്യം വരുന്നുള്ളൂ. ഇതെല്ലാം എനിക്കറിയാം, വേറെ കാര്യം ഇതൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം ഞാനറിയാത്ത മമ്മൂട്ടി ഇതൊന്നും എനിക്കറിയുമായിരുന്നില്ലോ. അപ്പോൾ അയാൾ തെറി പറയാം മമ്മൂട്ടി ആദ്യം. മലയാള സിനിമയിൽ താനറിയാതെ, അത് ഡാഷിട്ടാണ്, താനറിയാതെ ഒരു മാറ്റർ ഉണ്ടാവുമോ? ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് വിട്, താനറിഞ്ഞപ്പോൾ. അത് കഴിഞ്ഞ് ഒരു ഫോട്ടോ എടുക്കണം നമുക്ക്. അപ്പോൾ ഏറ്റവും പുതിയൊരു പടം അതായത് ഇവിടുന്ന് പോകുമ്പോൾ കവർ അയച്ചിട്ട് ഏറ്റവും പുതിയ ലക്കത്തിൽ നാനയുടെ കവർ അടിച്ച് വരേണ്ടത് മമ്മൂട്ടി, മറ്റേ സുഹാസിനിയുടെ കവറാണ് അടിച്ച് വരേണ്ടത്. ഫ്രഷ്നെസ് കിട്ടുമെന്ന് പറഞ്ഞു. ഊട്ടിയുടെ ഇത്. അപ്പം ഞാനത് കൃഷ്ണൻകുട്ടിയോട് പറഞ്ഞു. ഫോട്ടോഗ്രാഫർ കൃഷ്ണൻകുട്ടിയായിരുന്നു. കൃഷ്ണൻകുട്ടിയേട്ടാ, അത് സുഹാസിനി മമ്മൂട്ടിയുടെ കവർ. അപ്പോൾ ഞാൻ മുമ്പേ തന്നെ പറഞ്ഞു, മമ്മൂട്ടി ചിലപ്പോൾ തൊട്ടൊന്നും നിൽക്കുന്നില്ല, അത് സുഹാസിനിയായിട്ടൊന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് നിൽക്കണം. അതൊക്കെ ഞാൻ ഏറ്റവും പറഞ്ഞു. അപ്പോൾ മമ്മൂട്ടി വേറൊന്നും ചെയ്യണ്ട, പടത്തിന് ജീവൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ സുഹാസിനിയുടെ തോളത്ത് കൈയിടുക, അല്ലെങ്കിൽ ഒന്ന് മുട്ടി ഒരുമിക്കുക, അല്ലെങ്കിൽ അരക്കെട്ടിൽ നിന്ന് കൈ പിടിക്കുക. ആഗ്രഹം കൊള്ളാലുള്ളൂ. താൻ ഇതിനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാനൊന്നും ചെയ്യുന്നില്ല, അങ്ങനെ എനിക്ക് ഈ പബ്ലിസിറ്റി വേണ്ട. അപ്പോഴും ഞാൻ പറയും പഴയ അത് പറഞ്ഞപ്പോൾ അയാൾ പറയാ, എന്നാൽ താൻ ചെയ്യടോ, എനിക്കെന്താ, അത് വേണ്ട, ഞാൻ വേറൊരു കാര്യം ചെയ്യാം. അത് വേറെ കാര്യം, മറ്റേ മോഹൻ്റെ ഒരു സിനിമയുണ്ടല്ലോ, അതേ മോഹൻ്റെ ഏത് സിനിമ, മോഹൻ്റെ കുറേ സിനിമയുണ്ടല്ലോ എന്ന് പറയുന്നു. അപ്പോൾ മോഹൻ്റെ ഒരു സിനിമയിൽ മാധവിയാണ് നായിക എന്ന് ആലോചിക്കണം. അപ്പോൾ അത് സ്റ്റില്ലുകൾ ഇങ്ങനെ നിരത്തി വെച്ചാൽ, സോണി ശ്രീകുമാറാണ് സ്റ്റിൽ ഫോട്ടോഗ്രാഫർ. അപ്പോൾ ഒരു സ്റ്റില്ല് എടുത്തിരിക്കുകയാണ്, വരുന്നില്ല. അതായത് 10-15 ഷോട്ടുകളാണ്, പല പ്രാവശ്യം എടുത്ത സാധനങ്ങളാണ്. അത് കൂട്ടി വയ്ക്കുമ്പോൾ എന്തറിയാം, കടപ്പുറത്ത് ഇങ്ങനെ മാധവി കിടക്കുന്നു, അതിലത്തെ നായകൻ ഇങ്ങനെ ആപാതപൂടം ചുംബിക്കുന്ന ഒരു ഫീൽ ചെയ്യും. അത് ഒരുമിച്ച് എടുത്തിട്ടുമല്ല എന്നായിരിക്കണം. ഞാൻ ഈ സാധനം നിരത്തി വെച്ചിട്ട് ഞാൻ അടിക്കുമെന്ന് പറഞ്ഞു. മമ്മൂട്ടി പറഞ്ഞു, ഞാൻ ഒരുപക്ഷെ തന്നെ കൈ വയ്ക്കും, ഒരു സംശയവുമില്ല. താൻ ഇമ്മാതിരി പേടിപ്പിച്ചിട്ടാണ് എന്നോട്, ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ നിൽക്കുന്ന പരിപാടിയില്ല, ഞാൻ തൊട്ട് നിൽക്കില്ല എന്ന് ഉറപ്പ് പറഞ്ഞു. ശരി വേണ്ട വീട്ടിൽ.
അപ്പോൾ കൃഷ്ണൻകുട്ടി പറഞ്ഞു വിട്ടേക്ക്, നമുക്ക് അല്ലാണ്ട് നന്നായിട്ട് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻകുട്ടിയായിട്ട് അതിനിടയ്ക്ക് സുഹാസിനിയോട് പറഞ്ഞിട്ടുണ്ട്, സുഹാസിനി ഈ ഓക്കെ പറയുമ്പോൾ ആ സമയത്ത് മമ്മൂട്ടിയെ തൊട്ട് നിൽക്കണം, ഇതിലൊരു സീൻ എടുക്കുക, പടം എടുക്കണം ഒക്കെ സംഭവിച്ചിട്ട് നിൽക്കുന്നുണ്ടാ. അത് കഴിഞ്ഞ് മമ്മൂട്ടി ഹാപ്പിയായി, തൊട്ടഭിനയിക്കേണ്ടല്ലോ നിൽക്കണ്ടല്ലോ. അപ്പോൾ ഫാസിന് മനസ്സിലായി. അപ്പോൾ എല്ലാവരും കാത്തിക്കുക, കാരണം നമ്മൾ സ്റ്റില്ലെടുക്കുമ്പോൾ ഷൂട്ടിങ് നിർത്തി വെച്ചിട്ട് എല്ലാവരും സഹകരിക്കുക. അങ്ങനെ കാലഘട്ടം ഉണ്ടായിരുന്നു, ആലോചിക്കണം. അങ്ങനെ സഹകരിച്ച് നിന്ന് അപ്പോൾ സുഹാസിനി എന്നെ കാണുമ്പോൾ ഇഞ്ചി ഇന്ന കുരങ്ങനെ പോലെ എൻ്റെ നോക്കി വെക്കുക. കൃഷ്ണവേട്ട വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എടുക്കേണ്ട സമയം വെക്കുന്നു. ഒരു പ്രത്യേക ഒരു മരത്തിൻ്റെ ഭാഗത്ത് നിർത്തിയിട്ട് നല്ല രസകരമായ ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അന്ന് ആനന്ദക്കുട്ടനായിരുന്നു ക്യാമറമാൻ സംശയമുണ്ടിരിക്കുന്നത്. അത് ലൈറ്റപ്പ് ചെയ്തിട്ട് അവിടെ മനോഹരമായ ഫ്രെയിമാണ് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ജഗദീഷിൻ്റെ കമൻറ്റ്, ഇത് സൂപ്പറാവും, ഇതൊരു 1000 കോപ്പി കൂടുതൽ അടിക്കുന്ന ജഗദീഷിൻ്റെ കമൻറ്റ്. അപ്പോൾ ആ കമൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ശരിക്ക് പറയുകയാണെങ്കിൽ ഈ സുഹാസിനി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിർത്തിയാണ്ടല്ല, ആ ഒരു നല്ല ലൈഫായിരിക്കും. അപ്പം ജഗദീഷിൻ്റെ മമ്മൂട്ടി ചീത്ത പറഞ്ഞു കേട്ടോ, ഞാൻ വേണമെങ്കിൽ മതി എന്നോട് പറഞ്ഞാൽ ഞാനിങ്ങനെ നമ്മളിന്ന് ഫോട്ടോ ആർക്കും വേണ്ടല്ലോ. ഇതാണ് ജഗദീഷിൻ്റെ ആറ്റിറ്റ്യൂഡ്. ഫോട്ടോ എടുക്കാൻ നോക്കുന്നു. ഞാൻ പറഞ്ഞു കൃഷ്ണൻകുട്ടി ചേട്ടാ, ഈ ഫോട്ടോ എനിക്ക് താല്പര്യമൊന്നുമില്ല, എങ്ങനെ എടുക്കിനി, എന്തിനാവട്ടെ. അല്ല, അതും അറിഞ്ഞിരിക്കണം, ഇങ്ങനെ തൊടാതെ നിന്ന് ഫോട്ടോ അടിച്ചാൽ കോപ്പി കുറയും. അപ്പോൾ ഇവരുടെ മുഖത്തിന് വേണ്ടി മാത്രമല്ല, അത് ഇവരെന്നെ മനസ്സിലാക്കണം. അതൊന്നുമല്ല, ഫോട്ടോ എടുക്കേണ്ട സമയത്ത് മമ്മൂട്ടി വിജയിച്ച് നിൽക്കുക. ഫോട്ടോ എടുക്കേണ്ട സമയത്ത് കൃഷ്ണൻകുട്ടി റെഡി സ്റ്റാർട്ട് എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും സുഹാസിനി കെട്ടിപ്പിടിച്ചു കേട്ടോ. കെട്ടിപ്പിടിച്ചപ്പോൾ ഇവർക്ക് ദേഷ്യം വന്നു. അത് കൊടുക്കാൻ പറ്റില്ല. കൊടുക്കില്ലെന്നേ ഞാൻ പറഞ്ഞില്ല, ഞാൻ കൊടുക്കില്ല അങ്ങനെ പറഞ്ഞു. ശരി, വീണ്ടും എടുത്തപ്പോൾ ആ കെട്ടിപ്പിടിച്ചില്ല. അതായത് ഒരു ഇൻറ്റിമസി പോലെ പിടിച്ചിട്ടുള്ള ഫോട്ടോ എടുത്തു കേട്ടോ. അത് മമ്മൂട്ടി ഇഷ്ടമായില്ല. മമ്മൂട്ടി പറഞ്ഞു ഇത് കൊടുക്കാൻ പറ്റില്ല. ശരി, ഒരു കാര്യം ചെയ്യാൻ മമ്മൂട്ടി, ഇതിൽ ഏതാണ് ഒരെണ്ണം നമുക്ക് കൊടുക്കണം, ഇതിലേതാണ് കൊടുക്കാതിരിക്കേണ്ടത് പറഞ്ഞു. നിങ്ങളുടെ എന്ത് പറഞ്ഞാലും ചെയ്യില്ല. ദയവ് ഇത് എൻ്റെ കുടുംബം, താനൊരു കുടുംബം കിടക്കണം, വീട്ടിൽ പോയിരിക്കണം. താൻ ഈ ലക്ഷങ്ങളല്ലേ പ്രതിഫലം മേടിക്കുന്നത്, അത് സിനിമയിലെ, ഇത് നിങ്ങൾക്ക് സില്ലല്ലേ, ഇത് നിങ്ങളുടെ നാനയിൽ അടിക്കാൻ വേണ്ടിയിട്ടുള്ള സില്ലല്ലേ കവറടിക്കുന്നത്, അതിന് എനിക്കെന്താ ഗുണമുള്ളതെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ അടിക്കൊന്നും പോകുന്നില്ല, പറ്റുമില്ലേ. അങ്ങനെ നല്ല നോക്കി കവറടിച്ച് അത്രയും സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് മമ്മൂട്ടി എന്നും ഒരു കുടുംബസ്ഥനാണെന്ന് ആലോചിക്കണം. വീട് വിട്ട് അങ്ങേർക്ക് വേറൊരു ജീവിതമില്ല എന്നാലോചിക്കണം. അങ്ങനെ ജീവിതം ഇപ്പോഴും മമ്മൂട്ടി അങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് എൻ്റെ അറിവ്. പക്ഷേ ഞങ്ങളിപ്പോൾ കണ്ടിട്ടും പറഞ്ഞിട്ടും കാലം കുറയായി. കാരണം നമ്മൾ കടലിൻ്റെ അക്കരെ കാണാൻ ശ്രമിക്കുന്നത് വിഡ്ഢിത്തമാണെന്നറിയാം. അപ്പോൾ ഞാൻ ഇക്കരെ നിൽക്കുന്ന ഒരു കടൽ കാണാൻ വന്ന ഒരാളാണ്. കടലാണ് മമ്മൂട്ടി, അത്രമാത്രം.